ഹായ് ഹലോ ഗൈസ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ആപ്ലിക്കേഷൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ്. ഓക്കെ, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് ഏകദേശം ഒരു 2-3 മന്ത് ആയിട്ടേ ഉള്ളൂ. ഓക്കെ, ഞാൻ അറിഞ്ഞിടത്തോളം ഒരു 2-3 മന്ത് ആയിട്ടേ ഉള്ളൂ ഈ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു പുതിയൊരു ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറയുന്നത് BMB എന്നാണ്. ഓക്കെ, നമുക്ക് ആദ്യമേ തന്നെ എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് മൊബൈൽ നമ്പർ. ഓക്കെ, പ്ലീസ് എൻ്റർ യുവർ ഫോൺ നമ്പർ. നിങ്ങൾ ഫോൺ നമ്പർ കൊടുക്കുക. ഓക്കെ, ഒരു ഫോൺ നമ്പർ നിങ്ങൾ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നിങ്ങളൊരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. ഓക്കെ, അതായത് ലോഗിൻ പാസ്വേഡ് സെറ്റ് ചെയ്യുക. അത് വീണ്ടും ഒന്നുകൂടെ എന്ത് ചെയ്യുക, ഇവിടെ കൊടുക്കുക. ഓക്കെ, ഇത് കൊടുത്തതിന് ശേഷം ഈ ലാസ്റ്റ് ഉണ്ടല്ലോ, ഈ ലാസ്റ്റ് ഒരു ഇൻവിറ്റേഷൻ കോഡ്, നിങ്ങളെ ആരാണോ ഇൻവൈറ്റ് ചെയ്തത് അവരുടെ ഒരു ഇൻവിറ്റേഷൻ കോഡ് കാണും. ഓക്കെ, അത് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ രജിസ്ട്രേഷൻ എന്നുള്ള രജിസ്റ്റർ എന്നുള്ള നമ്പറുണ്ട്, ഇതിലൊരു ഇതുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് രജിസ്റ്റർ ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ ഈ ആപ്പ് ഓപ്പണായി വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, അതായത് ഇപ്പോഴത്തെ ഓഫറും കാര്യങ്ങളുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെ ഓഫറാണ് ഇന്നത്തെ ഒരു ദിവസം ഉള്ളത് എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, BMB എന്നാണ് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ നമ്മളത് ക്ലോസ് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന പോപ്പപ്പ് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്ഷനാണ് വരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ടോപ്പിലൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടോ, ആപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. എന്ത് ചെയ്യുക, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്നത് റീചാർജ് ഓപ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, അതായത് നമുക്ക് റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് റീചാർജ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ഫണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ ട്യൂട്ടോറിയൽ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. ഓക്കെ, പിന്നെയുള്ളതെന്ന് വെച്ചാൽ റെഡ് എൻവലപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, ഞാനിത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതിലൊരു കോഡ് അവർ തരും. അത് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു നിശ്ചിതമായ എമൗണ്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ അത് ഓപ്പൺ ആയിട്ടില്ല. ഓപ്പൺ ആകുമ്പോൾ നിങ്ങളത് ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങളിതിൽ കയറുമ്പോൾ നിങ്ങൾക്കതറിയാൻ പറ്റുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വിഡ്രോവലുണ്ട്. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ, നിങ്ങൾക്ക് ഫ്രണ്ട്സ് അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇൻവിറ്റേഷൻ കോഡുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഒരു യൂണീക്കായിട്ടുള്ള ഇൻവിറ്റേഷൻ ലിങ്ക് നിങ്ങൾക്ക് കോപ്പി ചെയ്ത് എടുത്തിട്ട് നിങ്ങൾക്ക് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് വർക്കായിട്ട് വരുന്നത്. ഇവിടെ ഇത് കണ്ടോ, ഇവിടുത്തെ ഒരു ഇത് കണ്ടോ. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വരും. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്ന് സൺഡേ ആണ്, സോ നമുക്കിന്ന് വർക്കില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എത്ര സമയമാണെന്ന്. കണ്ടോ, ജസ്റ്റ് ഞാൻ പ്ലേ കൊടുക്കുവാണ്. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ കൊടുക്കുവാണ്. കണ്ടോ, ഇങ്ങനെ 5 സ്റ്റാർ വരും. നിങ്ങൾ എന്ത് ചെയ്യുക, 5 സ്റ്റാർ ഇങ്ങനെ ഫുള്ള് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സക്സസ് എന്നോർത്ത് കാണിക്കും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ബാക്ക് ഇറങ്ങുക, അടുത്ത വീഡിയോ നിങ്ങൾ എടുക്കുക. അടുത്തതെടുത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ റേറ്റിംഗ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് ലെവലാണ് എടുക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ V1 ആണോ V2 ആണോ V3 ആണോ എടുക്കുന്നത്, അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അത്രയും വീഡിയോസ് നിങ്ങൾ വാച്ച് ചെയ്യുക. ഓക്കെ, അടുത്തതായിട്ട് വരുന്നതെന്ന് വെച്ചാൽ പ്രൊമോഷനാണ്. പ്രൊമോഷൻ സംഭവമാണ് വരുന്നത്. അതായത് ഇപ്പോൾ എത്ര പേര് നിങ്ങളുടെ ടീമിലുണ്ട്, നിങ്ങൾ ടോട്ടം ഇൻകം, അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ കണ്ടോ P1 കണ്ടോ, ഇവിടെ P1 കണ്ടോ, ഇതാണ് P1. അപ്പോൾ P1ൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് വരുന്നത് 2400 വരുന്നത്. ഓക്കെ, 2400 നമുക്ക് P1ൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ 365 ദിവസത്തെ വേണം ഈ ഒരു പ്ലാന് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അത്ര 365 ദിവസത്തേക്കാണ് ഈ ഒരു പ്ലാൻ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ 80 രൂപ കിട്ടും. ഓക്കെ, 2400 പ്ലാൻ പർച്ചേസ് ചെയ്താൽ നമുക്ക് ഡെയിലി എത്ര കിട്ടും, നമുക്ക് 80 രൂപ വച്ച് കിട്ടും. ഓക്കെ, കൂടാതെ നമ്മളിപ്പോൾ P2 എടുക്കുവാണ്. ഓക്കെ, ഞാനിപ്പോൾ P2 ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ P1 P2 എടുക്കുക. ഓക്കെ, അതായത് V1 V2 നിങ്ങൾ എടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ അതിനകത്ത് കയറിയ ശേഷം നിങ്ങൾക്കൊക്കെ ഇറ്റ്സ് ഗുഡ്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്റ്റഡീസൊക്കെ നടത്തിയ ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, അപ്ഗ്രേഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഓൺ ഡിസിഷനിലാണ് നിങ്ങൾ കയറാനായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടും കാര്യങ്ങളും തരുന്നുണ്ട് ഇതിനകത്ത്. ഓക്കെ, എന്തെങ്കിലും റിസ്ക്കോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ അപ്ഗ്രേഡേഷൻ നമ്മുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് P2 വരാം. P2 എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ എമൗണ്ട് വരുന്നതെന്ന് വെച്ചാൽ
നിങ്ങൾക്ക് 6000 രൂപയാണ് നിങ്ങൾക്ക് അതിൻ്റെ എമൗണ്ടായിട്ട് വരുന്നത്. ഞാനിപ്പോൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റാത്തത്. ഓക്കെ, 6000 ഇതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, 365 ദിവസമാണ്. ഡെയിലി നിങ്ങൾക്ക് 200 വെച്ച് കിട്ടും. ഓക്കെ, 10 ടാസ്ക്കാണ് നിങ്ങൾക്ക് ഡെയിലി കാണാനായിട്ട് ഉള്ളത്. അത് കഴിഞ്ഞ് P3 ആണെങ്കിലും 18600 18600 രൂപയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് അത് പർച്ചേസിങ് എമൗണ്ടായിട്ട് വരുന്നത്. ഡെയിലി നിങ്ങൾക്ക് 620 വെച്ച് കിട്ടും. 365 ദിവസത്തെ വാലിഡിറ്റി ഉണ്ട്. പിന്നെ 20 ഓക്കെ 20 വീഡിയോസാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത് റേറ്റിംഗ് കൊടുക്കാനായിട്ട് വരുന്നത്. ഓക്കെ, ഇത്രയാണ് ഇതിനകത്ത് ഉള്ളത്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് എബോട്ട് എന്നുള്ള കണ്ടോ, ഏറ്റവും താഴെ എബോട്ട് എന്നുള്ള കാര്യമുണ്ട്. കണ്ടോ, ഇത് അവർ പറയുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ നോക്കിയല്ലോ, മെമ്പർഷിപ്പ് ലെവൽസ് ആൻഡ് ബെനഫിറ്റ്സും കാര്യങ്ങളുമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതൊക്കെ എടുത്ത് നോക്കുക. ഓക്കെ, അതായത് ആപ്പൊന്ന് എന്ത് ചെയ്യുക, ഫെമിലിയർ ആവുക, ഈ ആപ്ലിക്കേഷനെ കുറിച്ച് നിങ്ങളൊന്ന് ഫെമിലിയർ ആവുക. അത് കഴിഞ്ഞിട്ട് ഉണ്ടോ, ഇതിൽ നമുക്ക് അവർ നമ്മളെ ഗൈഡ് ചെയ്യുകയാണ്. ഓക്കെ, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ കോഡ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഫീച്ചേഴ്സൊക്കെ ഇതിനകത്തുണ്ട്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതൊക്കെ എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരാളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ വെച്ച് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ലെവൽ അതായത് നിങ്ങൾ ഡയറക്റ്റ് ഒരാളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും, നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കീഴിൽ കയറി ഒരാളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതൊക്കെ അങ്ങനത്തെ ഇൻവിറ്റേഷൻ റിവാർഡ്സും സംഭവങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത്രേ ഉള്ളൂ ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ്. നിങ്ങൾ ജസ്റ്റ് ഇതൊക്കെ എടുത്ത് നോക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്നതെന്ന് വെച്ചാൽ മൈൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. മൈൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക, ഒരു 10 ദിവസത്തെയോ അതിനുള്ളിലൊക്കെ ഉള്ളതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അതിൽ കൂടുതലൊന്നും നിങ്ങൾ എടുക്കരുത്. ഓക്കെ, കാരണം നമുക്ക് റിസ്ക് ഒന്നും നിങ്ങൾ ഒരുപാട് എടുക്കരുത്. ഒരു 180 ദിവസത്തേക്ക് ഇതിനകത്തുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ പർച്ചേസ് ചെയ്യരുത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്നത് ഹെൽപ്പ് സെൻറ്ററാണ്. അതായത് ഇവരെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അത് ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. നമുക്കല്ലാതെ ഡയറക്റ്റായിട്ട് നമുക്ക് വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത് ബാങ്ക് കാർഡാണ്. അതായത് ബാങ്ക് കാർഡാണ്. നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ലോഗിൻ പാസ്വേഡ് നിങ്ങൾക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് അതായത് നിങ്ങൾക്കിപ്പോൾ പാസ്വേഡ് മാറ്റണം, ലോഗിൻ പാസ്വേഡ് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൽ കയറിയിട്ട് നിങ്ങൾ ലോഗിൻ പാസ്വേഡ് മാറ്റാം. അത് കഴിഞ്ഞിട്ട് സെക്യൂരിറ്റി പാസ്വേഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഫണ്ട് പാസ്വേഡാണ്. അതായത് വിഡ്രോവൽ പാസ്വേഡ്. നിങ്ങൾക്ക് ഫണ്ടൊക്കെ നിങ്ങൾ വിഡ്രോ ചെയ്യുന്ന ടൈമിൽ ഒരു പാസ്വേഡ് കൊടുക്കണം. അത് ഇവിടെയാണ് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ തുടക്കത്തിൽ കയറുമ്പോൾ നിങ്ങളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 ഓപ്ഷൻ കാണും. ഓക്കെ, ഫസ്റ്റ് നിങ്ങളുടെ ഓൾഡ് സെക്യൂരിറ്റി പാസ്വേഡ് കൊടുക്കാനായിട്ട് കാണിക്കും. അത് നിങ്ങളുടെ ലോഗിൻ പാസ്വേഡ് തന്നെയാണ്. ലോഗിൻ പാസ്വേഡ് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പുതിയൊരു പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അത് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കണ്ടോ, നേരത്തെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ സെയിം സംഭവം തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെയുള്ളത് ടാസ്ക്, പിന്നെ കോൺടാക്റ്റ്, കസ്റ്റമർ സർവീസ്, പിന്നെ ലാംഗ്വേജ്. പിന്നെ അവസാനമുള്ളതെന്ന് വെച്ചാൽ ഈ റെക്കോർഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അതായത് നമ്മൾ ഇന്ന് കാണുന്ന വീഡിയോസ്. ഓക്കെ, അതൊക്കെ നമ്മൾ എത്ര വീഡിയോസ് കണ്ടു, നമുക്ക് എത്ര രൂപ വെച്ച് കിട്ടി എന്നൊക്കെ ഇതിൽ കാണാൻ പറ്റും. ഓക്കെ, ഇന്ന് സൺഡേ ആണ്, സോ ഇന്ന് നമുക്ക് വീഡിയോ ഇല്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് അല്ലാതെ എടുത്ത് കാണിച്ചു തരാം. കണ്ടോ, ഇന്ന് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഒരു മൺഡേയോ അല്ലെങ്കിൽ മൺഡേ ടു സാറ്റർഡേ ആണെങ്കിലും നമുക്കിവിടെ എന്ത് ചെയ്യും, കാണിക്കും നമ്മൾ എത്ര വീഡിയോസ് കണ്ടു എന്ന് കാണിക്കും. ഓക്കെ, ഞാൻ ഇന്നലെ കണ്ടത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇന്നലേക്ക് ഞാൻ കണ്ട ഇതാണ് ഇതിൽ കാണുന്നത്. ഓക്കെ, റെക്കോർഡ്, ഹിസ്റ്റോറിക്കൽ റെക്കോർഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് നാളായുള്ളൂ. ഇപ്പോൾ കയറി നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റൊക്കെ എടുക്കാൻ പറ്റും. ഡെയിലി വിഡ്രോവലുണ്ട്. ഓക്കെ, നമുക്ക് ഡെയിലി വിഡ്രോവലും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഒരു അടിപൊളി ആപ്ലിക്കേഷനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം കയറുക, മാക്സിമം എന്ത് ചെയ്യുക, മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നമ്മുടെ ഭാഗത്തുനിന്ന് ഫുൾ സപ്പോർട്ടും കാര്യങ്ങളും നിങ്ങൾക്കുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സ് നമ്മൾ ഓഫായിരിക്കും. ഓക്കെ, കാരണം നമുക്കിപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് ലിങ്ക് ഷെയർ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ ലിങ്ക് നമ്മുടെ വാട്സപ്പ് ചാനൽ ലിങ്ക് നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ചാനൽ ലിങ്ക് നമ്മളവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. സോ നിങ്ങൾ അതും ഫോളോ ചെയ്ത് വെച്ചിരിക്കുക. നമ്മുടെ ന്യൂ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അതിലായിരിക്കും നമ്മൾ അറിയിക്കുന്നത്. സോ നിങ്ങളെന്ത് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് BMBയുടെ ഒരു ഫോം നമ്മൾ അതിലിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഫോം എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നമ്മുടെ ഭാഗത്ത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുള്ളൊരു വീഡിയോ. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് താഴെ നമ്മുടെ UPI ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. നമ്മളെ ഒരു ഗ്രോയിങ് ചാനലാണ്. സോ ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയുള്ളൊരു വീഡിയോ.
അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. കൂടുതൽ അപ്ഡേഷൻ കാര്യങ്ങളും അതിൽ നമ്മൾ അറിയിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ.